നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 468 468. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 468 217 സർഗം സുകന്യയും രേവതിയും. അതിൽ 27 ശ്ലോകം 27ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു? വൈദ്യന്മാർക്കു നിഷേധിച്ച സോമം അന്നു മുതൽക്ക് ഇനി അശ്വികൾക്കെന്നും ആവാം എന്നോതി വജ്രിയുറക്കവേ. അതായത് ഈ സുകന്യയുടെ ഭർത്താവ് കണ്ണ് അന്ധനായിരുന്നു, പിന്നെ പ്രായാധിക്യായി. അങ്ങനെ ഇരിക്കുമ്പോൾ നാസത്യന്മാർ വന്ന് ഈ സുകന്യയെ പരീക്ഷിച്ചു. സുകന്യ ഭർത്തൃ മതിയാണ്, മാത്രമല്ല എന്താണ് ഒരു പ്രത്യേക ടെർമിനോളജി ഉണ്ട്, വിശേഷാൽ പതിവ്രതയാണ്. അത് കാരണം നാസത്യന്മാർ സന്തോഷിച്ചു. അവർക്ക് പരിപൂർണ യൗവനാദികളൊക്കെ കൊടുത്ത് സന്തോഷമാക്കി. അപ്പോൾ അച്ഛൻ വന്നു, സുകന്യനെ കുറച്ച് ചീത്ത വിളിച്ചു. അപ്പോൾ അച്ഛന് തെറ്റുപറ്റി, ഞാൻ അത്തരക്കാരിയല്ല, അച്ഛൻ്റെ മകളാണ്, ആന ചേന പോന എന്നൊക്കെ പറഞ്ഞ് അതിൽ രക്ഷിച്ചു. അപ്പോൾ നാസത്യന്മാർക്ക് ഈ മഹർഷി പിന്നെ ഒരു പ്രത്യേക യാഗമൊക്കെ ചെയ്ത് അതിൽ സുധാപാനം ചെയ്യാണ്. അപ്പോൾ അത് എഗ്രി ചെയ്തു കൊടുക്കാം. ആരെ? ഇവിടെ വജ്രി എന്നാണ് പറഞ്ഞത്, വജ്രം കയ്യിലുള്ളവൻ, അതായത് ദേവേന്ദ്രൻ എന്നർത്ഥം പറയണം. അതുകൊണ്ടാണ് വൈദ്യന്മാർക്ക് നിഷേധിച്ച സോമം അന്നു മുതൽക്ക് ഇനി അശ്വികൾക്കെന്നുമാവാം എന്നോതി വജ്രിയുറക്കവേ. ഇനി 28ാമത്തെ ശ്ലോകം. ഇതിലാകെ 37 ശ്ലോകമേ ഉള്ളൂ. നോക്കാം. ഉത്താനബർഹിസ് അനർത്ഥൻ ഭൂരിഷേണനും ഇങ്ങനെ ശര്യാതിപുത്രരാണ് അനർത്ഥാത്മജൻ രേവതാഖ്യനാം. രേവതൻ എന്നുള്ളതാണ് പേര്. ആ മഹാൻ ആഴിയിൽ തീർത്തു മഹാപുരി കുശസ്ഥലി. ആ മഹാൻ ഭൂമിയിലെ ആഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിലെന്ന് അർത്ഥം പറയണം. തീർത്തു മഹാപുരി കുശസ്ഥലി. അനർത്ഥാദി പ്രദേശങ്ങൾ പാലിച്ചാൻ അതിൽ വാഴുവോൻ. അതിലിരുന്നു കൊണ്ട് അനർത്ഥദേശങ്ങളൊക്കെ ഭരിക്കാൻ തുടങ്ങി. കുകുത്മി തൊട്ടപുത്രന്മാർ 100 അയാൾക്കൊരു കന്യയും. ആ രേവതി പെൺമണിയാൾക്ക് അവനാം തക്കതാംബരൻ. അതായത് പിന്നെ കുകുത്മി തൊട്ടപുത്രന്മാർ 100 ആളുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു കന്യക പെങ്ങളായി. അവൾ രേവതി എന്നുള്ള പേരിൽ ആണ് അറിഞ്ഞത്. പെൺമണിയാൾക്ക് യവനാം തക്കതാൻ വരൻ. ആരാണ് എൻ്റെ ഞങ്ങളുടെ പെങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക്, അങ്ങനെ 2 കൂട്ടരുടെയും അച്ഛൻ്റെയും സഹോദരന്മാരുടെയും കാര്യത്തിൽ നിന്നുകൊണ്ട് തക്കതാം വരൻ എന്ന് ചോദിക്കുകയാണ്. ശരിക്കറിയുവാൻ ബ്രഹ്മലോകത്തിൽ ചെന്നു രൈവതൻ. സാധാരണക്കാരൊന്നും പോരാ, എന്നാൽ ബ്രഹ്മാവിനോട് ചോദിച്ചലാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. പക്ഷെ അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴെങ്കിലും യുഗങ്ങൾ കുറേ കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഈ പറയാൻ പോണത്. നമസ്കരിച്ച് അഭിപ്രായം ഉണർത്തിച്ചത് കേട്ട് അജൻ, അതായത് ബ്രഹ്മാവ്, പിരിച്ചിരിച്ചോതിയിടിനാൻ അങ്ങ് വിചാരിച്ചവരെ വരും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ കാലം പൂകി. കാരണം ബ്രഹ്മലോകത്ത് പോയി വരണ്ടേ. തീർന്നു പോയവർ തൻ പുരാതിരും എന്നല്ല വംശവും അങ്ങ് വന്ന് 27 ഇന്നേക്കിപ്പോൾ ചതുര്യുഗം. 27 ചതുര്യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് പ്രായമായിട്ടില്ല. ബ്രഹ്മാവ് ഓർമ്മപ്പെടുത്തി, അങ്ങ് വന്നിട്ട് കാലം കുറച്ചായിട്ടുവോ. വേഗം ചെന്നേകിയാലും ബലരാമന് പുത്രിയെ. ഇപ്പോൾ ദ്വാപരയുഗം ആണ്,
ബലരാമനുണ്ട്. ബലരാമനാണ് പറ്റിയ ആള്. വേഗം ചെന്നങ്ങേകിയാലും ബലരാമന് പുത്രിയെ അവിടം വാഴ്വതുണ്ടാകും വാഴ്വതുണ്ടാം ആ മഹാൻ അച്യുതാം ക്ഷമാം. സാക്ഷാൽ വിഷ്ണുവംശജനാണ് അദ്ദേഹം. ധർമ്മരക്ഷയ്ക്കു ഭഗവാൻ പുണ്യശ്രവണ കീർത്തനൻ അമ്പാർന്ന് ഹനന്തനോടൊപ്പം ഇപ്പോൾ അങ്ങവതീർണനാം. ബ്രഹ്മാജ്ഞ കേട്ടു കൈകൂപ്പി ആനർത്തം പൂകിനാൻ നൃപൻ. ഭ്രാതാക്കൾ സുരന്മാരെ പേടിച്ചെങ്ങാണ്ടു വാഴുകയാം. മനോജ്ഞനാം ശ്രീ ബലരാമനെ കണ്ട് അലിഞ്ഞു തൻ പുത്രിയെ നൽകി വേഗം തപസ്സു ചെയ്യുവാൻ ബദരീവനം പൂകിനാൻ മഹാഭാഗ്യമെഴും നൃപേന്ദ്രൻ. പണ്ടൊക്കെ തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി വേറെയല്ല. ഇപ്പോൾ ഭാഗവതം പഠിക്കണം എന്നൊക്കെ കമ്പമുള്ളവരുണ്ട്. പക്ഷെ ഭാഗവതം വാങ്ങാൻ സാധിക്കില്ല. വാങ്ങിയാൽ തന്നെ നിവർത്തി നോക്കാൻ പറ്റില്ല. നിവർത്തി നോക്കിയാൽ തന്നെ പിന്നെ അടച്ചു വയ്ക്കും. അങ്ങനെ ആവരുത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. കാരണം ഭാഗവതത്തിൽ എന്താണെന്നുള്ളത് കുട്ടിക്കാലത്തിൽ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ കിളിപ്പാട്ട് ഭാഗവതം വായിച്ചു മനസ്സിലാക്കി. പിന്നെ ഉപദേശം കിട്ടി. പിന്നെ സ്വാധ്യായത്തിന് വേണ്ടിയിട്ട് ബോംബെയിലെ ഗിരി ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ആണ് ഭാഗവതം വായിക്കാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് സ്പീഡിൽ വായിച്ചു. അപ്പോഴേക്കും ക്ലാസ് എടുക്കാനൊക്കെ ചില സന്ദർഭങ്ങൾ വന്നു. ക്ലാസ്സൊക്കെ എടുത്തു. അങ്ങനെ 2001 മനയത്താറ്റുമന തന്ത്രി മുഖാന്തരം വാസുദേവൻ കുഞ്ഞിൻ്റെ അച്ഛൻ മഹാമനസ്കൻ, വലിയൊരു മഹർഷി തുല്യനാണ്. 84-ാം പിറന്നാളിന് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പറയാം, വൈക്കം ഏറ്റുമാനൂർ കടുത്തുരുത്തി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ കുറേ 6-7 കൊല്ലമായി, 7-8 കൊല്ലമായി. അപ്പോൾ വയസ്സെന്തായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവംഗതയായി. വലിയൊരു മഹാനുഭാവൻ. അദ്ദേഹമാണ് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയത് ഭാഗവതത്തിലേക്ക്, സപ്താഹത്തിലേക്ക്. ബാക്കി പിന്നെ ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള അദ്ദേഹമാണ് ഉപദേശം തന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ എന്താ പറയാൻ കാരണം, മനോജ്ഞനാം ശ്രീ ബലരാമനെ കണ്ട് അലിഞ്ഞുതൻ പുത്രിയെ നൽകി വേഗം തപസ്സു ചെയ്യുവാൻ ബദരീവനം പൂകിനാൻ മഹാഭാഗ്യമെഴും നൃപേന്ദ്രൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരാണ കർത്താവുക, പുരാണങ്ങൾ പറയാൻ സന്ദർഭം കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ വിഭൂതികാണ്ഡേ സപ്തദശാധികദ്വിശതമ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 218-ാം സർഗം നമ്മൾ തുടങ്ങുകയാണ്. നഭാഗനും അംബരീഷനും ഓരോ പിന്നെ പ്രതിമകളല്ല, എന്താണ് എന്താ ഞാൻ പറയുക, ഓരോ പ്രഭകളല്ല, എന്താ പറയുക, അത് മഹാനടന്മാരേനൊക്കെ എന്തൊക്കെയാ പറയല്ലേ, പ്രതിഭകൾ, മഹാപ്രതിഭകൾ. ഇന്ന് വാട്സപ്പിൽ വായിക്കണ്ടായി, അൾസിമേഴ്സ് എന്നുള്ള രോഗം വരാതെണ്ടിരിക്കണമെങ്കിൽ സീനിയർ സിറ്റിസൺസ് ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യാണ്ട് വെറുതെ പിന്നെ എന്താ പറയുക, മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന കൂടുതൽ TV മാത്രം നോക്കി വായ ഉരുവിടാതെ കണ്ടിരുന്നാൽ എല്ലാം പ്രശ്നമാവും. അങ്ങനെ വരരുത്. അപ്പോൾ അദ്ദേഹം വലിയ പ്രതിഭയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നഭകൻ്റെ മകൻ നഭാകനെ തൻ ജ്യേഷ്ഠരെ വരില്ലെന്നോർത്തു ഭാഗം വെച്ചില്ല നിൻ ഭാഗം അച്ഛനാം. നഭകൻ്റെ മകൻ നാഭാകനെ തൻ ജ്യേഷ്ഠരെ വരും. ഇയാളെന്നോട് ഒഴിവാക്കി, ഭാഗം കൊടുത്തില്ല ആൾക്ക്. അത് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് വരില്ലെന്നോർത്ത് ഭാഗം വെച്ചില്ല, നിൻ ഭാഗം അച്ഛനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഒരു ദിവസം ചോദിച്ചു, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? സാരമില്ല, ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്, അവിടെ പോയാൽ നിന്നെ കൊണ്ട് അവർ ചില സൂക്തങ്ങളൊക്കെ ജപിക്കും. ആ സൂക്തങ്ങൾ അവിടെ ആർക്കും അറിയില്ല. അത് നിനക്ക് നല്ല ഭൂരി ദക്ഷിണയൊക്കെ കിട്ടും.
നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയണം. ചോദിക്ക ചൊല്ലി മിണ്ടീല ഭഗവത് ധ്യാന തൽപരൻ. അപ്പം ഈ അച്ഛൻ ധ്യാനനിരതനായിട്ടിരിക്കുക, ചോദിച്ചതിന് സമാനം പറഞ്ഞില്ല. ഇത് വലിയൊരു ഗുണപാഠമാണ്. ഈശ്വരോപാസന ചെയ്യുമ്പോൾ ആരെന്ത് ചോദിച്ചാലും ഉരിയാടരുത്. ഈശ്വരോപാസന ഭംഗം വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദിക്കേ ചൊല്ലി മിണ്ടീല ഭഗവത് ധ്യാന തൽപരൻ ശൗശീല്യം കണ്ടലിഞ്ഞ് അച്ഛൻ വിളിച്ചരുളിയിങ്ങനെ. അപ്പോൾ അദ്ദേഹം ധ്യാനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ മോനെ നീ വിളിച്ചത്, എന്താ കാര്യം ചോദിച്ചു. അങ്കിരസ്സുകൾ തൻ ദ്വാദശാഹസത്രത്തിലെപ്പോഴും, അങ്കിരസ്സുകൾ തൻ ദ്വാദശാഹം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നടത്തുന്നുണ്ട്. സത്രത്തിൽ എപ്പോഴും 6-ാം നാൾ വേണ്ട മന്ത്രങ്ങൾ തോന്നുകില്ല. അതുകൊണ്ട് ഉണ്ണി ചെന്ന് ഉടൻ അതാണ് നിവർത്തിക്കുന്നത്. എന്താ ആലോചിച്ച് നോക്കണം. അപ്പം എല്ലാവരും അങ്കിരസ് ഗോത്രത്തിലെ ആൾക്കാരൊക്കെ ദിവ്യചക്ഷുസ്സുള്ളവരാ. മനസ്സ് കണ്ണടച്ച് തുറന്നാൽ സംഗതി മനസ്സിലാവും അവർക്ക്. അങ്കിരസ്സുകൾ തൻ ദ്വാദശാഹസത്രത്തിലെപ്പോഴും 6-ാം നാൾ വേണ്ട മന്ത്രങ്ങൾ തോന്നുകില്ല ഉണ്ണി ചെന്നുടൻ. ഇപ്പം ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞു. ഇത് എനിക്ക് എങ്ങനെ ഓർമ്മ വന്നത്? ഭഗവാൻ തോന്നിക്കുകയാണ്. ഭഗവാനെ അനവരതം നമസ്കരിക്കാൻ നിവർത്തിയുള്ളൂ. ഏത് സമയത്ത് ഏത് കഥ വരും എന്നുള്ളത് എനിക്കറിയില്ല. തോന്നിക്കും ഭഗവാൻ. പിന്നെ കുറച്ചൊക്കെ ധാരാളം വായിക്കുക. കാരണം ഒരു 10-15 സപ്താഹങ്ങൾ ചെയ്തിട്ടുണ്ട് യജ്ഞയായിട്ട്. അതിനിടയ്ക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം 5 പ്രാവശ്യം ശിവപുരാണം വായിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം സ്കന്ദപുരാണം വായിച്ചിട്ടുണ്ട്, 1 പ്രാവശ്യം ദേവി ഭാഗവതം വായിച്ചു. ഇപ്പോൾ 2ഉം കഴിഞ്ഞ് 3ാമത്തെ ഒരു ഭാഗവതം മൂലഗ്രന്ഥം വായിക്കുകയാണ്. ദിവസേന കാലത്ത് ഒരു 40 മിനിറ്റ് 45 മിനിറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം, പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഓർക്കാത്തത് ഇപ്പോൾ ഓർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യും. അങ്ങനെ പുസ്തകം മുഴുവൻ അണ്ടർലൈനാണ് ഇപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ 6-ാം നാൾ വേണ്ട മന്ത്രങ്ങൾ തോന്നുകില്ല ഉണ്ണി ചെന്നുടൻ ചൊല്ലേണം ആ വൈശ്വദേവ സൂക്തം. സൂര്യനെ പറ്റിയിട്ടുള്ള ആ സൂക്തം നീ ചെല്ലണം. 2 മനീഷികൾ സന്തോഷമാർന്ന്, അവിടെ കൂടിയുള്ള ഋഷീശ്വരന്മാർക്കൊക്കെ സന്തോഷമാർന്ന് യജ്ഞാവശിഷ്ടമാം ധനമൊക്കെയും, യജ്ഞത്തിൽ അവശ്യം കുന്നുകൂടുന്ന ധനം നമുക്ക് തരും. അത് മതി എൻ്റെ മോനെ, മറ്റുള്ളവരെക്കാൾ നീ കേമനാവും. തരും വാങ്ങണമെന്ന് അച്ഛൻ ചൊല്ലുകയാൽ വാങ്ങിനാൻ മഹാൻ. ഇനി ഈ ഒരു തമാശ ഉണ്ട്. ആ തമാശ ഇപ്പം തന്നെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാളിത് വാങ്ങി വരുമ്പോൾ ശിവൻ വഴി തടയാണ്. എടോ, എല്ലാ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ദക്ഷിണയ്ക്ക് അവകാശി ഞാനാണ്, ഇങ്ങോട്ട് തന്നേക്കേ പറഞ്ഞു. അയ്യോ എൻ്റെ അച്ഛൻ. തൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്? അവിടെ പോയിക്കോളൂ, സൂക്തങ്ങൾ ചൊല്ലിക്കോളൂ, അവർ തരുന്നു പറഞ്ഞു. തനിക്ക് ഉള്ളതാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്നാ പറയാ, എൻ്റെ രൂപം കാര്യങ്ങളൊക്കെ ഇപ്പം തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ വന്ന് തടഞ്ഞു, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇനി എന്താ വേണ്ടത് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത്, എന്താ അച്ഛ കയ്യൊക്കെ കിട്ടിയത് വായിക്കത്തില്ല എന്നാണ് തോന്നണത്, ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഏത് യജ്ഞത്തിനും യാഗത്തിനും കിട്ടുന്നത് പരമശിവനാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലെ ഭാരതീയരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, അനുഗ്രഹിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവപെരുമാളെ നമസ്കരിക്കാതെ കൊണ്ട് ദക്ഷിണ വാങ്ങരുത്. ഒരാൾ എന്നെ നമസ്കരിക്കുക, എനിക്ക് ദക്ഷിണ തരുമ്പോൾ ഞാൻ എന്ത് പറയണം? അഹം ശിവോഹം, ഞാൻ ശിവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മംഗളസ്വരൂപനാണ്. നിങ്ങൾ എന്ത് തന്നാലും എനിക്ക് അത് വലുതാണ്. 1,400 രൂപ ദക്ഷിണ തന്നാലും 1,4 ലക്ഷം ഉണ്ട്. അപ്പോൾ 1 ലക്ഷം തന്നവരുണ്ട് കേട്ടോ. അവരെന്നൊക്കെ ഞാൻ ഓരോ മിനിറ്റിൽ ഇങ്ങനെ നമസ്കരിക്കണം. കാരണം ഇത് തിരിച്ചു കൊടുത്താലും വാങ്ങില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനും വിചാരിച്ചു, ശരി നമസ്കരിക്കുക, എപ്പോൾ നോക്കിയാലും തന്നവരെങ്ങനെ നമസ്കരിക്കുക. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? നമ്മൾക്കുള്ളതല്ലാതെ. അപ്പോൾ ഈ കുട്ടി വന്ന്, അല്ല അച്ഛൻ പറഞ്ഞു അത് അങ്ങനെയൊക്കെയുള്ളത് തന്നെയാണ്. ആ ബോധ്യം തനിക്ക് ഉണ്ടായാൽ മതി, കൊണ്ടുപോയിക്കോളൂ, എനിക്കെന്തിനാടോ. അപ്പോൾ അദ്ദേഹം നമസ്കരിച്ചു, പ്രദക്ഷിണം ചെയ്തു, അതെടുത്ത് പോന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കണം?
എനിക്ക് കിട്ടുന്ന ധനം മുഴുവൻ ദക്ഷിണയായിട്ട് കിട്ടുന്നതൊക്കെ ഈശ്വരൻ്റെയാണ്. അത് ഞാൻ ഈശ്വരനെ നമിച്ച് ഈശ്വരൻ്റെ ഔദാര്യമാണ് ഇതെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി ഈശ്വരീയമായ കാര്യങ്ങൾക്ക് ചിലവാക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുരുവമ്പലം ശിവക്ഷേത്രത്തിൽ ഒരു 98,000 രൂപ ചിലവാക്കി ഒരു 4 അടി ഇൻ്റർലോക്ക് ചെയ്തു. ഒരു 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വലിയൊരു 1008 തേങ്ങ എറിഞ്ഞിട്ട് ഒരു പിന്നെ എന്താണെന്നാ പറയുക, കിരാതമൂർത്തിനെ സന്തോഷിപ്പിക്കാൻ, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേട്ടക്കരൻ പാട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. എന്താ? വാദ്യക്കാരായിട്ടും കുറുപ്പന്മാരെയൊക്കെ സന്തോഷിപ്പിക്കുക. അവരൊക്കെ സന്തോഷിക്കുമ്പോൾ അവരുടെ പ്രീതി നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശിവപുരാണം ഗംഭീരമായിട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഫോക്ക് പാട്ടിലുള്ള കൂട്ടത്തിലല്ല കാര്യം. അർജുനനും പരമശിവനും കൂടി ദ്വന്ദ്വയുദ്ധം ചെയ്തു എന്നാണ്. അപ്പോൾ തൻ്റെ ഭക്തനെ അധികം കഷ്ടപ്പെടുത്താതെണ്ടിരിക്കാൻ വേണ്ടി ഭഗവാൻ ഭൂമിയിൽ നിന്ന് ഒരാൾ ഉയരത്തിലേക്കൊന്ന് ചാടി. അപ്പോൾ ഇയാൾ കൈ പിടിക്കണതിന് പകരം 2 കാലും പിടിച്ചു. അതോടുകൂടി യുദ്ധം തീർന്നു. ഭഗവാന്റെ കാല് പിടിച്ചാൽ യുദ്ധം തീറി. അപ്പോൾ ഈ ടിക്ലിഷ് ഇഷ്യൂസൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ എപ്പോഴും നമ്മൾ ഭഗവാന്റെ കാല് പിടിക്കുക. അഹം ശിവോഹം, ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസോഹം തവ കേശവ, പ്രമാണമുണ്ട്. അപ്പോൾ ഭാഗവത ഭക്തദാസൻ, ഭാഗവതം ഉപാസിക്കുന്നവരുടെ ദാസൻ. അപ്പോൾ ഞാൻ നിങ്ങളേനൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. കാരണം എന്താ? നിങ്ങൾ ഭാഗവതം ഉപാസിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ദാസൻ, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ശിഷ്ടമാം ധനമൊക്കെയും തരും വാങ്ങണം എന്നച്ഛൻ ചൊല്ലുകയാൽ വാങ്ങിനാൻ മഹാൻ ആമട്ട് അഖിലവും നൽകി വിൺ പോകി മഹിദർഷികൾ. ഋഷിമാർ, ആകാശത്തേക്ക് പോയി. അതെടുക്കെ വടക്കങ്ങോ നിന്നു വന്നു കറുത്തൊരാൾ. അതെടുക്കവേ വടക്കെങ്ങോ നിന്നു വന്നു കറുത്തൊരാൾ. യജ്ഞശേഷം ഇതെൻ്റേതാം ചൊല്ലി നാഭാഗനോദിനാൻ. ഇത് എൻ്റെയാണ് എന്ന് പറഞ്ഞു. യജ്ഞശേഷം ഇതെൻ്റേതാം ചൊല്ലി നാഭാഗനോദിനാൻ. മുനിമാർ ഇങ്ങ് ഏകിയതാ. അതു ചെന്ന് അച്ഛനോടുടൻ ചോദിച്ചാൻ. അച്ഛനും നേരാണത് ഞാൻ ഓർമ്മ വിട്ടതാ. മകനെ, അച്ഛൻ മറന്നുടാ അത് പറയാൻ. അച്ഛനത് മറന്നു, അത് പറയാൻ സാധിച്ചില്ല. നിനക്ക് വല്ല മനസ്സിന് വിഷമം തോന്നി അച്ഛൻ മാപ്പ് ചോദിക്കുന്നതാ. ആലോചിച്ച് നോക്കണം. ഒരച്ഛൻ്റെ മഹാമനസ്കത. മുനിമാരങ്ങേകിയതാം അത് ചെന്നച്ഛനോടുടൻ ചോദിച്ചാൻ. അച്ഛനും നേരാണതു ഞാൻ ഓർമ്മ വിട്ടതാം. യജ്ഞാവശിഷ്ടം രുദ്രന് പണ്ടു തന്നെ മഹർഷിമാർ നിശ്ചയിച്ചുള്ളതാം. അതാണ് ഈ സതീവിരഹം അല്ലെങ്കിൽ സതീദേഹത്യാഗം. ഭഗവാന്റെ പട്ടമഹിഷിയായിരുന്നല്ലോ സതീദേവി. അപ്പോൾ ദക്ഷന് ശിവനോടുള്ള കോപം കൊണ്ട് മരുമകനെ ധിക്കരിച്ചുകൊണ്ട് പരമശിവനുള്ള ഭാഗം വെച്ചില്ല എന്നാ. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളില്ലാതെ കണ്ട് എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടാണ് സതീദേവി ദക്ഷൻ്റെ അരമനയിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ തൻ്റെ ഗുരുനാഥൻ പരമശിവൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭൂതഗണങ്ങളൊപ്പം പോയതാ. ആ കഥ അറിയണവർക്കറിയാം. അപ്പം എങ്ങനെയായാലും യജ്ഞാവശിഷ്ടം രുദ്രനു പണ്ടു തന്നെ മഹർഷിമാർ നിശ്ചയിച്ചുള്ളതാം. വേഗം തെറ്റിപ്പോയെന്നു ചൊല്ലണം. വേഗം തെറ്റിപ്പോയി എന്ന് ചൊല്ലണം. പോയി മാപ്പരക്കെ മോനെ, അദ്ദേഹം തന്നെ കൈവിടില്ല. പോയി മാപ്പരക്കെ, നമസ്കരിക്കുക പോയിട്ട്. നമസ്കരിച്ചു. മൈ ഗോഡ് നമസ്കരിച്ചു. നഭാഗൻ അവിടുത്തേതു തന്നെയാം. ഇവയെല്ലാം അച്ഛനോ തേടിനാൻ. എല്ലാം ക്ഷമിക്കണം. ഈ ക്ഷമ എന്നുള്ളൊരു 2 വാക്ക് ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിക്കണം. ക്ഷമിക്കണം കേട്ടോ.
എത്ര ദുർഭകന്മാരാണെങ്കിലും 2-3 പ്രാവശ്യം ക്ഷമിക്കണുണ്ടോയെന്ന് പറഞ്ഞാൽ മനസ്സലിയാതെണ്ടിരിക്കില്ല. നമസ്കരിച്ചു നാഭാഗനവിടത്തേതു തന്നെയാം ഇവയെല്ലാം അച്ഛനോതീടിനാനെല്ലാം ക്ഷമിക്കണം. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാ, ധർമ്മം ഓതീടിനാൻ അച്ഛൻ. അച്ഛൻ പറഞ്ഞതാണ് ധർമ്മം. അച്ഛന് വിവരമുണ്ട്. ധർമ്മം ഓതീടിനാനച്ഛൻ നീയും സത്യപരായണൻ. പറഞ്ഞതിൻ്റെ മുമ്പ് നീ പോയി ചോദിച്ചു വന്നുവല്ലോ, നീയും സത്യപരായണനാണ്. ആ ഒരു ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ആരിൽ നിന്ന്? മഹാവിഷ്ണുവിൽ നിന്ന്, ശ്രീകൃഷ്ണനിൽ നിന്ന്, പരമശിവനിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ആവശ്യം. അല്ലാണ്ട് അവരവർ ബോസ്റ്റ് ചെയ്തിട്ട് അതിന് കാര്യമില്ല. ധർമ്മമോദീടിനാനച്ഛൻ നീയും സത്യപരായണൻ മന്ത്രജ്ഞനാം നിനക്ക് ഏകാം ആത്മജ്ഞാനം സദാതനം. അപ്പം നോക്കൂ, സത്യത്തിൽ അവിടെ ശിവൻ എന്തിനാ വന്നത്? ഞാനൊരു വാക്ക് പറഞ്ഞു അവിടെ. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഭാരതീയരെ ഉറ്റുനോക്കുകയാണ്. സംശയ നിവാരണത്തിന് ഭഗവാനെ തന്നെ നമ്മൾ എന്താണെന്നാ പറയുക, കാല് പിടിക്കണം. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന ഈ കുട്ടീനെ കുറെ കൂടി ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തണമെന്ന് ആര് തീരുമാനിച്ചു? ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, മന്ത്രജ്ഞാനമുള്ള നിനക്ക് ഏകാം ആത്മജ്ഞാനം സനാതനം. ആത്മജ്ഞാനം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഗുരു ഇങ്ങോട്ട് വന്ന് ഉപദേശിക്കുന്നത് ഉത്തമം, ഗുരുവിനെ തേടിപ്പോയി ഉപദേശം ലഭിക്കണത് മധ്യമം, തേടിപ്പോയിട്ടും കിട്ടാണ്ടിരിക്കണത് അധമം. അപ്പോൾ ഇവിടെ ശിവൻ നേരിട്ട് വന്ന് അനുഗ്രഹിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ IIT-യിൽ ആരും അറിയാതെ കണ്ട് ജോലി ചെയ്യാണ്. അപ്പോഴാണ് കാർന്നവർ അദ്ദേഹത്തിൻ്റെ പത്നി മരിച്ച് ചിതാഭസ്മം ടാറ്റാനഗറിൽ ഒഴുക്കി വരികയാണ്. അപ്പോഴാണ് പ്രായം കൊണ്ട് എൻ്റെ സീനിയറായിട്ടുള്ള മധു പിള്ളൈ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഗുരുനാഥൻ്റെ ചെറിയ മകളാണ്. അവരൊക്കെ ഞാൻ ധാരാളം അറിയും. പക്ഷേ ഈ ഒരു ബന്ധം വന്നതോടുകൂടി അതിൻ്റെ ഡെപ്ത് വളരെ കൂടി. അതാണ്. അപ്പോൾ ആത്മജ്ഞാനം സനാതനം, എപ്പോഴും നവനവമാണ് ആത്മജ്ഞാനം. അത് മനസ്സിലാക്കണം. യജ്ഞശിഷ്ടതനം സന്തോഷിച്ചെന്നുണ്ണിക്കു നൽകി ഞാൻ. അപ്പോൾ പരമശിവൻ പറയാണ്, ഞാൻ സന്തോഷമായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങേക്ക് തരുന്നു, കൊണ്ടുപോയിക്കോളൂ. യജ്ഞശിഷ്ടതനം സന്തോഷിച്ചെന്നുണ്ണിക്ക്, എൻ്റെ മകൻ എന്നാ പറഞ്ഞത്, എൻ്റെ ഉണ്ണിക്ക് ഞാൻ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ഭഗവാനിൽ നിന്ന് കിട്ടിയാൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഭഗവാന് 2 തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കാം. ഒന്ന് ആയുരാരോഗ്യ സൗഖ്യം തന്നിട്ട്, അതാണ് വലിയ കാര്യം. പിന്നെ ധനം തന്നിട്ട്. ഭഗവാൻ തന്നാൽ അത് എന്താണെന്നാ പറയുക, ചെറുതാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ യജ്ഞശിഷ്ടധനം സന്തോഷിച്ചെന്നുണ്ണിക്ക് നൽകി ഞാൻ എന്നോതി രുദ്ര ഭഗവാൻ മറഞ്ഞാൻ സത്യവത്സലൻ. ആ ഒരു വാക്കെടുത്താൽ പൊന്നില്ല. ഭഗവാൻ അപ്രത്യക്ഷമായി. ആര്? സത്യവത്സലൻ. സത്യത്തെ വാത്സല്യത്തോടു കൂടി കാണുന്നവെന്നർത്ഥം. അപ്പം ഞാനും നിങ്ങളും അനവരതം സത്യമേവ ജയതേ, സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ നടക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ വാത്സല്യപൂർവ്വം നമ്മളെ ശ്രദ്ധിക്കുകയും ഈ നഭാഗചരിതം കാലത്തും അന്തിക്കും മോർക്കുമോ. ഇത് വളരെ ചെറിയൊരു സബ്ജക്റ്റാണ് അല്ലേ? ഇപ്പോൾ 11 ശ്ലോകങ്ങളുണ്ട്. ഈ 11 ശ്ലോകം ഒരാളുടെ വ്യക്തിഗതമായ താല്പര്യം സംരക്ഷിക്കും. ഈ 11 ശ്ലോകം പഠിച്ചാൽ മതി, അർത്ഥം അറിയണമെന്ന് മാത്രം. 12 സ്കന്ധമുള്ള ഭാഗവതം 14,000 ചില്ലാൻ ശ്ലോകം നിങ്ങൾക്ക് പഠിച്ച ബലം കിട്ടും ഈ നഭാഗചരിതം പഠിച്ചാൽ. കാരണം എന്താ, ഇതിൽ പറഞ്ഞതിനെയാണ് എന്താന്നാ പറയുക,
തേച്ച വരച്ച് വെളുപ്പിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ആര് ഈ നഭാഗചരിതം കാലത്ത് മന്ദിക്കും ഓർക്കുമോ, അവൻ ആത്മജ്ഞനും മന്ത്രജ്ഞനും മുക്തനുമായി വരും. 3 പ്രകാരങ്ങളാണ് പറഞ്ഞത്. ആദ്യം ആത്മജ്ഞാനം ഉണ്ടാവണം, അത് കഴിഞ്ഞ് മന്ത്രജ്ഞാനം ഉണ്ടാവണം, എന്നാൽ പിന്നെ മുക്തനായി. നഭാഗന്റെ മകൻ ഭക്തോത്തമനാം അംബരീഷനാം. അംബരീഷ ചരിതം ഏകാദശി മഹാത്മ്യത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ആളാ. നഭാഗന്റെ മകൻ ഭക്തോത്തമൻ അംബരീഷനാം, ആ മഹാനോടടുത്തില്ല ബൃഹത്താൻ ബ്രഹ്മശാപവും. ബ്രഹ്മശാപം കൂടി അങ്ങോട്ട് അടുക്കില്ല. ബ്രഹ്മദണ്ഡം ഒരിടത്തും മടങ്ങിയിടാത്തതല്ലയോ. ബ്രഹ്മദണ്ഡം എവിടെ പോയാലും മടങ്ങില്ല, കാര്യം നേരാക്കിയിട്ടേ വരുള്ളൂ. പക്ഷേ എന്താ പറഞ്ഞത്, അംബരീഷനോട് പറ്റിയില്ല. അപ്പോൾ ബ്രഹ്മദണ്ഡം ഒരിടത്തും മടങ്ങിയിടാത്തതല്ലയോ, ചരിത്രം അത് ചൊല്ലിയിടിനാൻ അപേക്ഷിച്ചോദീ മഹാമുനി. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് അതൊന്ന് വിസ്തരിക്കണം എന്ന് പറയണം. വിസ്തരിക്കാലോ എന്ന് ശുഖബ്രഹ്മ മഹർഷി. ഇനി ഇവിടുന്ന് 15 മുതൽക്ക് 15 മുതൽക്ക് ഇത് വലിയൊരു പിന്നെ എത്ര 76 ഉണ്ട് എനിക്ക് തോന്നുന്നത് മുഴുവൻ. ഇവിടുന്ന് അങ്ങോട്ട് 76 വരെ അതികേമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറഞ്ഞു, അംബരീഷൻ മഹാഭാഗൻ വൈരാഗ്യാതി തികഞ്ഞവൻ. വൈരാഗ്യം തികയ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊന്നും വേണ്ട, അപ്പോഴാണ് സംതൃപ്തി. ഈ കുറുക്കന് മുന്തിരിങ്ങ പുളിക്കെന്ന് പറഞ്ഞ മാതിരിയുള്ള വിരക്തി അല്ല. എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നും വേണ്ട, അതാണ്. അംബരീഷൻ മഹാഭാഗൻ വൈരാഗ്യാതി തികഞ്ഞവൻ, അതിരില്ലാത്ത സമ്പത്തും സപ്തദ്വീപാധിപത്യവും. 7 വൻകരകൾക്കും ഏകഛത്രാധിപതിയാണ്, ചക്രവർത്തിയാണ് അദ്ദേഹം. അകന്നാൽ ദുഃഖമുണ്ടാക്കും ആ മട്ടുള്ളവ സർവവും സ്വപ്നതുല്യങ്ങളായോർത്ത്. സ്വപ്നതുല്യം ഇതിലെന്താ ഉള്ളത്, ഒന്നുമില്ലാന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ത്യജിക്കാം. ഇപ്പോൾ വിലപ്പെട്ടത് കൊടുക്കുമ്പോൾ മനസ്സ് വിഷമിച്ചാൽ പിന്നെ ത്യാഗം എന്ന് പറഞ്ഞതില്ല. ഏറ്റവും വിലപ്പെട്ടത് എന്താ വെച്ചാൽ തന്നെ കൊടുക്കാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് പലരും തൻ്റെ ജീവനെ ഹോമിക്കുമ്പോഴാണ് ബ്രഹ്മാവ് പലപ്പോഴും ചാടി ഇറങ്ങിയത്. നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ അകന്നാൽ ദുഃഖമുണ്ടാക്കും ആ മട്ടുള്ളവ സർവവും സ്വപ്നതുല്യങ്ങളായോർത്ത് മോഹിച്ചില്ല അവയൊന്നിലും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറയണം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ അപ്സ് ആൻഡ് ഡൗൺ അറിഞ്ഞ ഒരാളാണ്. അത് കാരണം എനിക്ക് പ്രശ്നമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം, എൻ്റെ അച്ഛൻ്റെ പെങ്ങള്, അച്ഛനേക്കാൾ 8 വയസ്സ് മേലുള്ള പെങ്ങള് തൻ്റെ ഭർത്താവിന്, അതായത് രാമസ്വാമി പട്ടർ എന്നാണ് എൻ്റെ അച്ഛൻ പെങ്ങളുടെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് തേനൂർ കുണ്ടൂർ കൂട്ടാലമഠം സുബ്രഹ്മണ്യ പട്ടർ. അദ്ദേഹമാണ് ഈ സാമൂതിരി രാജാവിൽ നിന്ന് സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥലം കൊടുത്തു, അങ്ങനെ പറയാം. സാമൂതിരി രാജാവിൻ്റെ കാശ് കൊടുത്തു വാങ്ങില്ല. സാമൂതിരി രാജാവ് പറഞ്ഞു എത്ര സ്ഥലം പണി കൊടുത്തോളൂ പറഞ്ഞു. അങ്ങനെയാണ് ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം വന്നത്. പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം. അപ്പോൾ ഒരു 1952 ഒരു കണക്ക് പ്രകാരം 1.5 കോടി രൂപയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് 60 വയസ്സിലും മീതെ പ്രായമായിട്ടുള്ളവർ കാര്യസ്ഥനാവാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ട്, ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ട്രസ്റ്റ് ഞാൻ ഏതാനും വർഷങ്ങൾ ഭരിച്ച് 19 രൂപ 95 പൈസയ്ക്ക് ബില്ലുകൾ എഴുതി, അല്ലെങ്കിൽ 20 രൂപയ്ക്ക് എഴുതിയാൽ ഒരെണ്ണം റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം. ദാരിദ്ര്യമാണ്. അന്ന് ബാങ്കില്ല ശരിക്കും. പോസ്റ്റ് ഓഫീസിൽ 200 രൂപ ഇട്ടു എന്ന് കാണിച്ച് 200 രൂപ വിഡ്രോ ചെയ്യാം. ഒക്കെ 200 രൂപയുടെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം ഒരു പറ നെല്ലിന് 10 രൂപ
കണക്കാക്കിയിട്ടാണ് പിന്നെ ഡീലിങ്സൊക്കെ. അപ്പം നെല്ലിനാണ് വില, പക്ഷെ നെല്ലില്ല, പാട്ടം കിട്ടാനില്ല. ആ വലിയ ട്രസ്റ്റ് ഈശ്വരഹിതം അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തൃണവൽക്കരിച്ചുകൊണ്ട് പലവരും എൻ്റെ പിന്നാലെ കൂടി, നോ ഡോൺ ഗീവ് ഇറ്റ് ടു ബോർഡ്, ഗോ അഹെഡ്, വി വിൽ സപ്പോർട്ട് യു. എന്ത് അടിയും ഉണ്ടാക്കാനോ? അല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ വരുമാനം കൂടിയാൽ പിന്നെ ഷെയർ വേണമെന്നാവും ആൾക്കാർക്ക്. ഇപ്പം അമ്പലം വിഴുങ്ങി എന്നുള്ള പേരില്ല എനിക്ക്. ഐ ആം സോ മിസ്റ്റർ ക്ലീൻ. എൻ്റെ 2 കുട്ടികൾ ഈശ്വരാധീനം കൊണ്ടും ഒരു 2-3 ഭക്തോത്തമകളുടെ അല്ലെങ്കിൽ ഭക്തോത്തമന്മാരുടെ അനുഗ്രഹാശസ്സുകളെ കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു ജീവിതത്തിൽ. അതൊക്കെ പറയാണ്ടിരിക്കുക ഭേദം. എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വയം വിരമിച്ചു, അമേച്വർ പദവിയിൽ നിന്ന് ഞാൻ വിരമിച്ചു. എനിക്കൊന്നും വേണ്ട. ഈശ്വരനാമങ്ങൾ വിറ്റ് തിന്നരുത് എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, ഉദരംഭരികളായിട്ട് എന്നെ വിറ്റ് തിന്നരുത് എന്ന്. ഇന്നത്തെ ആൾക്കാർക്ക് അർത്ഥം അറിയില്ല, കാരണം അത്ര വലിയ സെൻസിറ്റീവാണതൊക്കെ. അത്രയും സെൻസിറ്റിവിറ്റി ഉള്ള ഗുരുനാഥന്മാരില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ചോദിച്ചു നോക്കൂ, ഒരു 10 ആളോട് നിങ്ങൾ ചോദിക്കൂ, ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മളിങ്ങനെ ചെയ്യണത് ശരിയാണോ ചോദിച്ചു നോക്കൂ. ബബ്ബ പറയവർ. അപ്പം ഇവിടെ അകന്നാൽ ദുഃഖമുണ്ടാക്കും ആ മട്ടുള്ളവ സർവവും സ്വപ്നതുല്യങ്ങളായോർത്തും മോഹിച്ചില്ലവയൊന്നിലും. ആ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റ്. ഒന്നിലും മോഹിക്കാണ്ടിരിക്കുക. ഞാനൊക്കെ വരും ചെയ്യും നമ്മൾക്ക്. ഇപ്പം ഞാൻ ഒരു ഉഴക്കിൻ്റെ പകുതി, ഉരിയുടെ പകുതിയാണ് ഉഴക്ക്, അതിൻ്റെ പകുതി. ആ പാലുകൊണ്ട് ഞാൻ സപ്താഹത്തിന് ഉപയോഗിച്ച ശ്രീകൃഷ്ണ വിഗ്രഹം അഭിഷേകം ചെയ്യുക ദിവസേന. ആദ്യം ശുദ്ധോദകം കിണ്ടിയിൽ ഒഴിക്കും, പിന്നെ ശംഖുണ്ട്. അത് ഒഴിക്കുമ്പോൾ ഞാൻ വല്ല എന്താ പറയുക, സാക്ഷാൽ ഗുരുവായൂരപ്പനെ സേവ ചെയ്യണ കൂട്ടത്തിലുള്ള സംതൃപ്തി വരും നമ്മൾ ദിവസേന. അപ്പോൾ ചെറിയൊരു ക്ഷേത്രം, നാഗക്ഷേത്രമാണെങ്കിലും ദ്വാരകാധിപനല്ലേ, ഇതൊക്കെ വായിച്ചിട്ടുള്ളതുണ്ടല്ലോ കയ്യിൽ. അങ്ങോട്ടും നോക്കിയാൽ ഇങ്ങോട്ടും നോക്കിയാൽ കൈലാസം, അങ്ങോട്ടും നോക്കിയാൽ വൈകുണ്ഠം. ഞാൻ വൈകുണ്ഠത്തിൽ തന്നെയാണ്, ഞാൻ കൈലാസത്തിൽ തന്നെയാണ്. ഞാൻ എന്നാൽ എവിടെയും പോയിട്ടില്ല, ഞാൻ എവിടെയും പോവില്ല, പോകേണ്ടതില്ല എനിക്ക്. അതുകൊണ്ടാണ് പറയാൻ. അപ്പോൾ മോഹിച്ചില്ല അവയൊന്നിലും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബാക്കി കാര്യം നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.